ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് ഇൻ ഡിസ്ക്യൂല് നെക്സ്റ്റ് പേജസ് ആണ്. പേജസ് 20 മുതൽ 23 വരെയും പിന്നെ അതിൻ്റെ അകത്ത് ഫിഗറേറ്റ് ഔട്ട് അത്രയാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വന്നത് ഗ്രോത്ത് ആൻഡ് കോമ്പൗണ്ടിങ്. നമ്മൾ ഈ ബാങ്കിൽ പോകുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും 1 ഇയർ ഇൻട്രസ്റ്റില് നമ്മൾ FD എടുക്കുക, അല്ലെങ്കിൽ ഇത്ര രൂപ ബാങ്കിൽ അക്കൗണ്ടിൽ ഇടുകയാണ്. അപ്പം അതിന് പെർസെൻറ്റേജ് പെർ ആനോ ഇൻട്രസ്റ്റ് തരുന്നുണ്ടായിരിക്കും. ഒരു സേവിങ് അക്കൗണ്ട് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ആയിട്ട് എടുക്കുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് FD ആയിട്ട്. 1 ഇയർ ഇൻട്രസ്റ്റ് ഫോർ FD ഇൻ ദ ബാങ്ക് അറ്റ് 6% പെർ ആനോ. ഒരു വർഷത്തേക്ക് 6% പലിശയ്ക്ക് നമ്മൾ FD ഇട്ടു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ടിൽ പെർ ആനത്തിൽ 2.5% ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ മണി കിട്ടുന്നതാണ്. പെയ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് ഓൺ മണി ഡെപ്പോസിറ്റഡ് വിത്ത് ദം. നമ്മളിപ്പം ഒരു 20,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 20,000 നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 200 റുപ്പീസ് ആയിരിക്കും കിട്ടണം, അല്ലെങ്കിൽ 2,000 റുപ്പീസ് ആയിരിക്കും കിട്ടണം. അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് പലിശ അനുസരിച്ച് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മണി പെയ്ഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെ? ബാങ്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസോ അങ്ങനെ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എക്സ്ട്രാ മണി തരുന്നതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇൻട്രസ്റ്റ് ഈസ് ഓൾസോ പെയ്ഡ് ബൈ പീപ്പിൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വെൻ ദേ മണി ബോറോ. നമ്മൾ പലിശ കൊടുക്കുന്നിടത്തുനിന്ന് കാശ് വാങ്ങിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി കടം വാങ്ങിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കുകാർക്ക് പലിശയും കൊടുക്കണം. 1 ലക്ഷം രൂപയെ കടം വാങ്ങിക്കണമെങ്കിൽ 1 ലക്ഷം രൂപയും കൊടുക്കണം. ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ പലിശയും കൊടുക്കണം. അപ്പോൾ ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുവാണെങ്കിൽ എന്ത് ചെയ്യും? ബാങ്കുകാർ നമുക്ക് കാശ് തരും. In a fixed deposit, you deposit a specific amount of money for a fixed period at a predetermined interest rate. ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ഇത്ര വർഷത്തേക്കെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്പെസിഫിക് എമൗണ്ട്, ഇത്ര രൂപ, ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 40,000 റുപ്പീസ് ആണ് നമ്മൾ ഒരു വർഷത്തേക്ക് ഇടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമായിരിക്കും. ദ മണി റിമെയിൻസ് ലോക്ക്ഡ് ഫോർ ചൂസൺ ഡ്യൂറേഷൻ ആൻഡ് ദ ബാങ്ക് പേസ് യു ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്. ചിലപ്പോൾ നമ്മൾ ഒരു 10 വർഷത്തേക്കായിരിക്കും ഇടുന്നത്. ഈ 10 വർഷത്തേക്ക് 40,000 രൂപ അവിടെ തന്നെ കിടക്കും, ഒരു വ്യത്യാസവും വരില്ല, ആർക്കോട്ട് എടുക്കാനും പറ്റില്ല. You cannot withdraw the amount before the maturity date without incurring a penalty. നമുക്ക് ഇത് 10 വർഷം കഴിഞ്ഞ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അല്ല അതിന് മുന്നേ എടുക്കുവാണെങ്കിൽ നമ്മൾ അവർക്ക് കാശ് കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഒരു പെനാൽറ്റി എമൗണ്ട് അവർ വാങ്ങിച്ചിട്ടായിരിക്കും ബാക്കി എമൗണ്ട് നമുക്ക് തരുന്നത്. പക്ഷെ അവസാനം നമുക്ക് എന്ത് സംഭവിക്കും? ഇപ്പം നമ്മൾ കറക്റ്റ് 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാശ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആ 40,000 രൂപയും കിട്ടും, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി കിട്ടും. അതാണ് FD ആയിരിക്കും കുറച്ചും കൂടി കൂടുതൽ കാശ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ബാങ്ക് നമുക്കിടെ അടുത്ത് പറയുകയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് 10% PA തരുവാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? PA എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ആനം, ഒരു വർഷത്തേക്കുള്ള കാശിൻ്റെ കാര്യമാണ് പറഞ്ഞത്. PA എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ഓഫ് പെർ ആനം, ഓരോ വർഷത്തേക്ക് പെർ ആനത്തിൻ്റെ ഷോർട്ട് ഫോം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഓരോ വർഷം കൂടുമ്പോഴും അവർ നമുക്ക് കാശ് തന്നുകൊണ്ടിരിക്കും. The specified interest rates indicate that if we invest ₹6,000 as a deposit for a year with the bank, they will give you ₹600 as interest on this deposit. ഇപ്പോൾ നമ്മൾ 6,000 രൂപയാണ് ബാങ്കിൽ ഇടണമെങ്കിൽ 10% പലിശ എന്ന് പറയുമ്പോൾ 6,000 രൂപയുടെ 10% നോക്കാം. അപ്പോൾ ഈ സീറോയും വെട്ടി, ഈ സീറോയും വെട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 600 റുപ്പീസാണ്. ഈ 600 റുപ്പീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് എടുക്കുമ്പോൾ അവർ 6,000 മാത്രമല്ല കൂട്ടായിരുന്നത്, അതിൻ്റെ കൂടെ ഒരു 600 കൂടി ആഡ് ചെയ്ത് തരും. അപ്പോൾ 6,600 റുപ്പീസ് ആയിരിക്കും അവർ നമുക്ക് തരാൻ പോകുന്നത്. അതിൽ ഈ 10% എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 6,000 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന കാശ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന കാശ്, അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. 1 ഇയർ കഴിയുമ്പോൾ ബാങ്ക് തരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6,600 ആണ്. അത് എമൗണ്ട് വി ആർ ഗെറ്റിംഗ് ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്നത്. അത് നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലാതെ ഇങ്ങനെ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ചെയ്യാതെ നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാം. 10% കൂടുതലല്ലേ കിട്ടണേ. അപ്പോൾ 100 + 10 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 110 കിട്ടും. അപ്പോൾ ഈ 6,000ന്റെ 110% കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 6,600 എന്നുള്ളത് ഒറ്റയടിക്ക് കിട്ടും.
The amount deposited 6,000 will become 110%. 10% increased by 10% എന്ന് പറയുമ്പോൾ അത് 110% ആണ് വരുന്നത്. അപ്പോൾ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ, 1 ഇയർ കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? പ്രിൻസിപ്പൽ പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് PRT/100. പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് എന്ന് പറയുന്നത് R/100, T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ് എടുക്കുന്നത്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഒരു വർഷം കഴിഞ്ഞ് നമുക്ക്, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ, 5 വർഷം 10 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇട്ടത്, എമൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യണം. അപ്പം എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? പ്രിൻസിപ്പളും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പളും സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യണം. ഇനി എക്സാമ്പിൾ 7 പറയുന്നത്, ഇഫ് വൺ ഡെപ്പോസിറ്റ് ₹6,000 ഇൻ എ ബാങ്ക്, വാട്ട് ഈസ് ദ എമൗണ്ട് ആഫ്റ്റർ 3 ഇയേഴ്സ്? 3 വർഷം കഴിഞ്ഞ് അയാൾക്ക് എത്ര രൂപയായിരിക്കും കിട്ടുന്നത്? അപ്പം അതിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങും പിന്നെ ഓർമ്മ വിത്ത് കോമ്പൗണ്ടിങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഔട്ട് റെഗുലർലി, ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് റിട്ടേൺഡ് ആഫ്റ്റർ ദ മെച്യൂരിറ്റി പീരീഡ്. മെച്യൂരിറ്റി പീരീഡ് കഴിയുന്നതനുസരിച്ച് നമുക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ട് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ 6,000 ബിഗിനിങ്ങിൽ അയാൾ 6,000 രൂപ ഇട്ടു. 6,000 രൂപ ഇട്ടെങ്കിൽ എൻഡിങ്ങിൽ ആ ഒരു വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 1 ഇയർ കഴിയുമ്പോൾ അവിടെ ഈ 6,000-ന്റെ 10% നോക്കുമ്പോൾ 600 ആണ് വരുന്നത്. അപ്പം 6,000 അതുപോലെ തന്നെ റിട്ടേൺ വരുന്നത് 600 ആണ്. അത് അവിടെ തന്നെ എടുക്കും. അടുത്ത ഇയറും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ വരുള്ളൂ? 6,000 തന്നെ വരുള്ളൂ. 6,000-ന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് 600. അപ്പം രണ്ടാമത്തെ ഇയറിൽ നമുക്ക് എത്ര രൂപ തന്നെ കിട്ടും? 600 തന്നെ കിട്ടും. മൂന്നാമത്തെ വർഷം വരുമ്പോഴേ എന്ത് ചെയ്യുക? സ്റ്റാർട്ടിങ് എമൗണ്ട് എന്ന് പറയുന്നത് 6,000 തന്നെയായിരിക്കും. അതിൻ്റെ കൂടെ റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 600 ആയിരിക്കും. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 6,000-ഉം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 600 × 3 1,800 ആയിരിക്കും. അപ്പോൾ ഫൈനൽ എമൗണ്ട് 3 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 6,000 എമൗണ്ട് ആഡ് ചെയ്യുമല്ലോ. 6,000 പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് 1,800. അപ്പോൾ ആൻസർ വരുന്നത് 7,800 ആയിരിക്കും. അപ്പം 3 വർഷം കഴിയുമ്പോൾ അയാൾക്ക് വിത്തൗട്ട് കോമ്പൗണ്ടിങ് വെച്ച് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7,800 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ കൊടുത്തേച്ചാൽ മതി. പി എന്ന് പറയുമ്പോൾ 6,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 6,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10/100 3 വർഷത്തേക്ക്. 0 പോയി, ഇവിടെയും 0 പോയി. അപ്പോൾ നമുക്ക് 1,800 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്ത് വെച്ചാൽ മതി? പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7,800 rupees കിട്ടും. ഇനി അടുത്തത് കോമ്പൗണ്ടിങ് വെച്ചാണെങ്കിൽ എങ്ങനെ സംഭവിക്കും? മറ്റേത് വിത്തൗട്ട് കോമ്പൗണ്ടിങ് വെച്ച് ചെയ്യണത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. വിത്തൗട്ട് കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഏതൊരു സിമ്പിൾ ഇൻട്രസ്റ്റ്. വിത്ത് കോമ്പൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? പലിശയുടെ പലിശ എന്ന് പറയുമ്പോൾ എന്തൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇൻട്രസ്റ്റ് ഗെയിൻഡ് എവറി ടൈം ഈസ് ആഡഡ് ബാക്ക് ടു ദ FD. നമുക്ക് എത്ര രൂപയാണോ കിട്ടുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്, അതെന്ത് ചെയ്യും? FDയുടെ കൂടെ ആഡ് ചെയ്യും. ദസ് ഇൻക്രീസിങ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഫോർ ദ സബ്സിക്വന്റ് പീരീഡ്. അടുത്ത വർഷം വരുമ്പോൾ ആ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് വരുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. ആഫ്റ്റർ ദ മെച്യൂരിറ്റി പീരീഡ് ദ എൻറ്റയർ എമൗണ്ട് ഈസ് റിട്ടേൺ. അപ്പം മെച്യൂരിറ്റി പീരീഡ് ഇപ്പോൾ 10 വർഷമാണെങ്കിൽ അല്ലെങ്കിൽ 3 വർഷമാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് തിരിച്ചു കിട്ടും. ആ ഇതിനെ പറയുന്നതാണ് കോമ്പൗണ്ടിങ്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൽ ആദ്യം എത്രയായിരിക്കും? ആദ്യമായിട്ട് നമ്മൾ രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക. 6,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ 10% ഈ ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം തന്നെയായിരിക്കും. പിന്നെയാണ് മാറ്റം വരുന്നത്. ഇവിടെ 6,000 ഡെപ്പോസിറ്റ് ചെയ്ത് 10% ഇൻട്രസ്റ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് 600 രൂപ കിട്ടി. ഈ 600 രൂപ ഇവിടെ ആഡ് ചെയ്യും. ഇനി അടുത്ത വർഷം സെക്കൻഡ് ഇയറിലാവുമ്പോൾ അത് എത്രയായിട്ട് മാറും? 6,600 ആയിട്ടായിരിക്കും വരുന്നത്. ഈ 6,600-ന്റെ 10% ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 6,600-ന്റെ 10% എന്ന് പറയുമ്പോൾ ഇത് 0 വെട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 660 ആണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 6,600-ന്റെ കൂടെ 660 ആഡ് ചെയ്യും. അപ്പോൾ തേർഡ് ഇയറിൽ നമുക്ക് എത്രയായിരിക്കും തന്നെ? 7,260 ആയിരിക്കും വരുന്നത്. എൻ ബാക്ക് ആ വർഷത്തിൽ രണ്ടാമത്തെ ഇയറിൽ നമുക്ക് കിട്ടേണ്ടത് 7,260 ആയിരിക്കും.
ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വർഷം മൂന്നാമത്തെ വർഷം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ 7260യുടെ 10% കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 726 കിട്ടും. അപ്പൊ 7260യുടെ കൂടെ 726 നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 7986. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് 7986ഉം വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നത് 7800 വരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? 186 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രൂപ കുറവായിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രൂപ കിട്ടുകയും ചെയ്യും. അപ്പൊ കടം എടുക്കുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും, കാശ് ഒത്തിരി പോയിക്കൊണ്ടിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കിട്ടും. പക്ഷെ ബാങ്കുകളെല്ലാവരും നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് പലിശ തരുന്നത്, എമൗണ്ട് ലോൺ തരുന്നത്. ഇനി എക്സാമ്പിൾ 8ന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും വിത്ത് കോമ്പൗണ്ടിങ് ആണ് കാശ് കൂടുതൽ കിട്ടുന്നത് വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിനേക്കാൾ. വിത്തൗട്ട് കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. വിത്ത് കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഇനി 8th ക്വസ്റ്റ്യനിൽ what percent is the total amount received with respect to the amount deposited in both the option? രണ്ട് ഓപ്ഷനിൽ വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങും വിത്ത് കോമ്പൗണ്ടിങ്ങിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് കിട്ടുന്നത്? അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ടോട്ടൽ എമൗണ്ട് റിസീവ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഡെപ്പോസിറ്റ്. നമുക്ക് എത്ര രൂപ കിട്ടി അത് ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര രൂപ ഇട്ടു ഇൻറ്റു 100. അപ്പൊ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിൽ മൊത്തം എത്ര രൂപ കിട്ടി? 7800 കിട്ടി. നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നത് എത്രയാണ്? 6000. ഇൻറ്റു ഇനി എന്ത് ചെയ്ത് വെച്ചാൽ മതി? 100 ചെയ്ത് വെച്ചാൽ മതി. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ഇൻറ്റു 100 ചെയ്ത് വെച്ചാൽ മതി. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഡെപ്പോസിറ്റഡ്. എത്ര രൂപയാണോ നമുക്ക് കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻറ്റു 100 ആണ് വന്നത്. ഇതിൽ നമ്മൾ ഇതുപോലെ തന്നെ സീറോസ് ക്യാൻസൽ ചെയ്തു. അപ്പം ഇവിടെ വരുമ്പോൾ 7800. പിന്നെ ഇവിടെ ഒരു സീറോയും ഇവിടെ ഒരു സീറോയും ക്യാൻസൽ ചെയ്യാം. അപ്പം 7800 ഡിവൈഡഡ് ബൈ 60 അല്ലെങ്കിൽ 780 ഡിവൈഡഡ് ബൈ 6 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 130% എന്നാണ് കിട്ടുന്നത്. 130% എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 1.3 എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ എമൗണ്ടിനേക്കാളും 30% കൂടുതൽ കിട്ടിയത് 3 വർഷം കഴിയുമ്പോൾ. ദ പെർസെന്റ് ഗെയിൻ ഓവർ 3 ഇയർ. 3 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30% പലിശ കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടുന്നത്, പലിശയല്ല ലാഭം കിട്ടുന്നത്, പെർസെൻറ്റേജ് ഗെയിൻ എന്ന് പറയുന്നത് 30% ആണ്. വിത്ത് കോമ്പൗണ്ടിങ്ങിൽ നമുക്ക് എത്ര രൂപ കിട്ടിയത്? 7986 ആണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ ഒറിജിനൽ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്ന് പറയുമ്പോൾ 6000 ആണ്. ഇൻറ്റു 100. ഇവിടെ രണ്ട് സീറോസും കട്ട് ചെയ്തു. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 133.1% എന്നാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 33.1% ഗെയിൻ ഓവർ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ വിത്ത് കോമ്പൗണ്ടിങ് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 30%ഉം ഇവിടെ എത്ര കിട്ടിയത്? 33.1% ആണ് കിട്ടിയത്. അപ്പൊ വിത്ത് കോമ്പൗണ്ടിങ്ങിലാണ് കൂടുതൽ രൂപ കിട്ടുന്നതും അതുപോലെ തന്നെ പെർസെൻറ്റേജ് കൂടുതൽ വരുന്നതും വിത്ത് കോമ്പൗണ്ടിങ്ങിലാണ്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതിലെല്ലാം തന്നെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 7th നമ്മൾ പഠിച്ചതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ബാങ്ക് ഓഫ് യാഹപൂർ ഓഫേഴ്സ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് 10%. അപ്പൊ R% എത്രയാണെന്ന് നമുക്ക് എഴുതാലോ? 10/100. Compare the amount one earns by depositing 20,000 for a period of 2 years. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 20,000. എത്ര വർഷത്തേക്കാണ് ഇത് ഇട്ടേക്കണത്? 2 വർഷത്തേക്ക്. അപ്പൊ T എന്ന് പറയുന്നത് 2 years അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 years. വിത്തും വിത്തൗട്ടും നമ്മൾ കോമ്പൗണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിന്റെ ഫോർമുല എങ്ങനെയാ? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PRT/100. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫോർമുല ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? PRT/100 ആണ്. ഇതിൽ രണ്ടിലും ആര് കോമൺ ആ? P കോമൺ അല്ലേ. അപ്പൊ Pനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 +
RT/100 എന്ന് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഇതിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ഇവിടെ 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 2. ഈ രണ്ട് സീറോസും വെട്ടി. അപ്പോൾ പിന്നെ ഉള്ളത് 2 × 2 4, പിന്നെ മൊത്തം 3 സീറോസ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 4,000 ആണ്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20,000 പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. 20,000 + 4,000. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 24,000 എന്ന് കിട്ടും. അപ്പോൾ വിത്തൗട്ട് കോമ്പൗണ്ടിങ് നമുക്ക് കിട്ടുന്ന കാശ് എത്രയാണ്? 24,000 ആണ്. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് 24,000 കിട്ടും. ഇങ്ങനെ ചെയ്താലും 24,000 തന്നെയാണ് കിട്ടുന്നത്. ഇനി വിത്ത് കോമ്പൗണ്ടിങ് നോക്കിയാലോ? വിത്ത് കോമ്പൗണ്ടിങ്ങിന്റെ ഫോർമുല എന്നാ തന്നെ? എമൗണ്ട് കണ്ടുപിടിക്കാൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല P × 1 + R/100 all raised to n. ഇവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, n 2 ആണ്, R നമുക്ക് 10% ആണ്, P നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നേരിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. 20,000 ഇൻറ്റു 1 + R എന്ന് പറയുമ്പോൾ 10/100 all raised to 2. ഇതിൽ നിന്ന് ഇതും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 1 + 1/10 എന്ന് കിട്ടി. 20,000 ഇൻറ്റു 1 + 1/10 എന്ന് പറയുമ്പോൾ 1 + 0.1 ഹോൾ സ്ക്വയർ. 0.1 എന്ന് പറയുമ്പോൾ 1.1. അപ്പം 20,000 ഇൻറ്റു 1.1 ഇൻറ്റു 1.1 11 × 11 11 × 11 ചെയ്യുമ്പോൾ 121 അല്ലേ? അപ്പോൾ 20,000 ഇൻറ്റു 121. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു ഡിജിറ്റ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ ഒരു ഡിജിറ്റ്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് ലെഫ്റ്റ് മാറിയിട്ട് പോയിന്റ് ഇടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24,200. ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 24,200 ആണ്. ഇല്ല, ഇതിപ്പോൾ ഇങ്ങനെ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുവാണെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 110/100 എന്ന് എഴുതാം. ഇനി എന്നിട്ട് അത് 2 ടൈംസ് സ്ക്വയർ ചെയ്ത് വെച്ചാൽ മതി. ഇൻറ്റു 110/100 ഇൻറ്റു എന്ത് ചെയ്യുക? 20,000 ചെയ്യും. അപ്പോൾ ഇതിലെ സീറോസ് ക്യാൻസൽ ചെയ്യും. ഒരു സീറോയും വെട്ടി, ഒരു സീറോയും വെട്ടി, 2 സീറോയും വെട്ടി. അപ്പോഴും ഇത് തന്നെ 200 × 11 × 11 സെയിം തന്നെയാണ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിൽ 24,000ഉം വിത്ത് കോമ്പൗണ്ടിങ്ങിൽ 24,200 ആണ്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ് വന്നേക്കണേ? 200 റുപ്പീസിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരാൾക്ക് കൂടുതൽ കാശ് കിട്ടണമെങ്കിൽ നമ്മൾ ഏതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം? വിത്ത് കോമ്പൗണ്ടിങ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഹെൻസ് വിത്ത് കോമ്പൗണ്ടിങ് 1 gets ₹200 more than without compounding. അപ്പം കാൽക്കുലേറ്റ് ഹൗ മച്ച് 1 gets ഇഫ് ഡെപ്പോസിറ്റ് ചെയ്ത് എന്തോരം കൂടുതൽ കിട്ടുന്നതാണോ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് 200 രൂപയായിരിക്കും കൂടുതൽ കിട്ടുന്നത്. സ്റ്റെപ്പൊക്കെ ഇതുപോലെ തന്നെ എഴുതി പോവുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. A bank of Wahapur offers an interest rate of 5% per annum. Compare the amount one earns by depositing 20,000 for a period of 4 years with and without compound annually. ഇതുപോലെ ആർ എത്രയാണ് തന്നിട്ടുണ്ട്? 5% ആണ് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 4 ആണ് കിട്ടിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് 20,000 ആണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മന്ത് എൻഡിൽ അയാൾക്ക് എന്തോരം എമൗണ്ട് ആയിരിക്കും കിട്ടണത്? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. PRT/100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. PRT/100 ചെയ്യുമ്പോൾ 20,000 ഇൻറ്റു 5 ഇൻറ്റു 4 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 4,000 കിട്ടി. അപ്പോൾ അറ്റ് ദ എമൗണ്ട് എൻഡിൽ കിട്ടുന്നത് എത്രയായിരിക്കും? 20,000 + 4,000. അത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24,000. അപ്പം 4 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് 24,000 ആയിരിക്കും. കഴിഞ്ഞ ആൻസർ ഈ ആൻസറും സെയിം ആവാൻ കാരണം മറ്റോടത്ത് 10%, ഇത് 5% ആയി. പക്ഷെ അവിടെ 2 വർഷമായിരുന്നു, ഇവിടെ 4 വർഷമായിരുന്നു. അപ്പോൾ ഒന്ന് ഹാഫ് ആയപ്പോൾ അടുത്തത് ഡബിളായി. അതുകൊണ്ടാണ് 2 സെയിം എമൗണ്ട് വന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല, എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല തന്നെ എമൗണ്ട് ഈക്വൽ ടു P × 1 + R/100 all raised to n. അപ്പം 5/100 എന്നാണ് വന്നത്. ഈ 5/100നെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് 2നെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/20 n എന്ന് പറയുന്ന 4 ആണെന്ന് കിട്ടും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം.
1 into 20, 20, 20 plus 1, 21. 21 divided by 20 whole raised to 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 by 20 നമ്മൾ എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം? 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. 21 by 20 എല്ലാത്തിലും ഓരോ സീറോ കട്ട് ചെയ്യാം. 4 സീറോസ് ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 4 സീറോസ് അങ്ങ് കട്ട് ചെയ്യാം. ഇനി ഒരു ടൂവും വെട്ടിക്കാട്ടാൻ പറ്റും. പിന്നെ 21 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 24,310.13. 125 എന്നാണ് കിട്ടുന്നത്. 125 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുന്നതാണ് 13. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ വരുമ്പോൾ 24310.13. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ആർക്കാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനായിട്ട് നമ്മൾ ഈ 24,310.13 മൈനസ് 20,000 കുറയ്ക്കാം. അപ്പോൾ 4,310.13 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇവിടെ 4,310, ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4,000. അല്ലെങ്കിൽ ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 24,000, ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുമ്പോൾ 24,310.13 ആണ്. എങ്ങനെ നോക്കിയാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിത്ത് കോമ്പൗണ്ടിങ്ങിനാണ് കൂടുതൽ വരുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് വിത്തൗട്ട് കോമ്പൗണ്ടിങ് കുറവായിട്ടായിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഡു യു ഒബ്സർവ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഇൻ ദ സൊല്യൂഷൻസ് ഓഫ് 2 questions above? ഷെയർ ആൻഡ് ഡിസ്കസ്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നത്? എപ്പോഴും കോമ്പൗണ്ടിങ്ങിലാണ് കാശ് കൂടുതൽ കിട്ടുന്നത്. കോമ്പൗണ്ടിങ് ഈസ് മോർ ദാൻ ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് വിത്തൗട്ട് compounding. The interest received with compounding is more than the interest received without compounding. With compounding ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഏതിനേക്കാളും വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിനേക്കാളും ഇൻട്രസ്റ്റ് വിത്ത് കോമ്പൗണ്ടിങ്ങിനായിരിക്കും വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇഫ് ദ റേറ്റ് പെർസെന്റ് ആൻഡ് ടൈം രണ്ടിടത്തും റേറ്റ് പെർസെൻറ്റേജും നമ്പർ ഓഫ് ഇയേഴ്സും സെയിം ആണെങ്കിൽ കോമ്പൗണ്ടിങ്ങിനായിരിക്കും വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിനേക്കാളും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഫിഗറേറ്റ് ഔട്ടും കഴിഞ്ഞു. ഇനി അടുത്ത പോർഷൻ അടുത്ത വീഡിയോയിൽ ഇടാം. പിന്നെ ഗ്രേഡ് 6, 7, 8, 10 ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് കാണുക. ഓക്കെ, താങ്ക് യു.